الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം അത്തഖ്വീമുൽ ഹിജ്രി ഹിജ്റ കലണ്ടർ അനുസരിച്ച് 1437 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, മലദ്ദഹ്റു വല്ലയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. കാലങ്ങളും സമയങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വദ്ദംബു ഹാസിലു, തിന്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലം അങ്ങനെ കഴിഞ്ഞു പോകുന്നു, തിന്മകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു, അതുപോലെ തന്നെ മരണത്തിന്റെ ദൂതൻ വന്നിട്ടുണ്ട്, പക്ഷെ ഹൃദയം അശ്രദ്ധയിലാണ് എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദിവസങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മുടെ ഹൃദയം അശ്രദ്ധയിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമയത്തിന്റെയും കാലത്തിന്റെയും വില നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സമയത്തിന്റെ വില, അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടതുണ്ട്. നാളെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ന് പറഞ്ഞാൽ ദാറുൽ ഖുലൂദാണ്, ശാശ്വതമായി ജീവിക്കേണ്ട, അനശ്വരമായി ജീവിക്കേണ്ട, മരണമില്ലാത്ത ജീവിതമാണ് നാളെ പരലോകത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മരണത്തെ അല്ലാഹു തആല നാളെ പരലോകത്ത് ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് അതിനെ അറക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യുജാഉ ബിൽ മൗതി യൗമൽ ഖിയാമ കഅന്നഹു കബ്ശുൻ അംലഹ്. നാളെ ഖിയാമത്ത് നാളിൽ മരണത്തെ ഒരു കറുത്തതും വെളുത്തതുമായിട്ടുള്ള നിറമുള്ള ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. ഫയൂഖഫു ബൈനൽ ജന്നതി വന്നാർ, നരകത്തിന്റെയും അതുപോലെ തന്നെ സ്വർഗത്തിന്റെയും ഇടയിൽ അതിനെ നിർത്തും, ആ ആടിനെ നിർത്തും. എന്നിട്ട് പറയപ്പെടും, യാ അഹ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളെ, ഹൽ തഅരിഫൂന ഹാദാ. ആ ആടിന്റെ രൂപത്തിൽ അല്ലാഹു തആല മരണത്തെ ആക്കുകയാണ്. എന്നിട്ട് ആ രൂപത്തെ സംബന്ധിച്ച് സ്വർഗത്തിലെ ആളുകളോട് ചോദിക്കുകയാണ്, ഈ വസ്തുവിനെ ഇതേ നിങ്ങൾ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഫയസ്റഇബൂന വയൻദുറൂൻ, സ്വർഗത്തിലെ ആളുകൾ വന്ന് നോക്കുകയാണ്. വയഖൂലൂൻ, അവർ പറയും, നഅം ഹാദാ അൽ മൗതു, അതെ ഇത് മരണമാണെന്ന് അവർ പറയും, അവർക്കത് മനസ്സിലാകും. പിന്നീട് നരകക്കാരെ വിളിച്ചുകൊണ്ട് പറയും, യാ അഹ്ലൻ നാർ ഹൽ തഅരിഫൂന ഹാദാ, ഇതിനെനിക്കറിയുമോ, നിങ്ങൾക്കറിയുമോ ഈ വസ്തുവിനെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് നരകക്കാർ എന്ന് പറയും, നഅം ഹാദാ അൽ മൗത്, അതായത് മരണമാണ് എന്ന് പറയും. അങ്ങനെ ഫയുമറു ബിഹി ഫയുദ്ബഹ്, അങ്ങനെ അല്ലാഹു തആല അതിനെ അറുക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അത് അറുക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലാഹു തആല ചെയ്യുന്ന ഒരു നടപടിയാണ്. മരണത്തെ ഒരു ആടിന്റെ രൂപത്തിലാക്കി അതിനെ അറുത്തു കളയും. എന്നിട്ട് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്, സ്വർഗ്ഗക്കാരെ ഇനി ശാശ്വതമായ ജീവിതമാണ്, ഇനി മരണമില്ല എന്ന് പറയും. അതുപോലെ തന്നെ നരകക്കാരെ വിളിച്ചുകൊണ്ട് പറയും, യാ അഹ്ലൻ നാർ ഖുലൂദുൻ ഫലാ മൗത്, ശാശ്വതമായ ജീവിതമാണ്, ഇനി മരണമില്ല എന്ന് വിളിച്ചു പറയും. പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അനശ്വരമായ ശാശ്വതമായ ജീവിതമാണ്. അവിടെ മരണമില്ല. മരണത്തെ അല്ലാഹു തആല ആടിന്റെ രൂപത്തിലാക്കി അതിനെ അറുച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പരലോകത്തെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണ്, വളരെ കുറഞ്ഞ കാലം. പരലോകത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് കാന മിഖ്ദാറുഹു 50000 സന. അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തുമ്പോ നമ്മുടെ ഈ ജീവിതം വളരെ നിസ്സാരമാണ്. അല്ലെങ്കിൽ ദുനിയാവിലെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. നാളെ പരലോകത്ത് അല്ലാഹു തആല കാഫിറുകളോട് ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. അല്ലാഹു തആല ചോദിക്കുകയാണ് കാഫിറുകളോട്, നിങ്ങൾ ഭൂമിയിൽ എത്ര വർഷമാണ് ജീവിച്ചത്? എത്ര വർഷമാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് കാഫിറുകളോട് ചോദിക്കുമ്പോ അവർ പറയും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ. ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം മാത്രമാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് പറയും. പരലോകത്തിന്റെ ആ കാലദൈർഘ്യം കണ്ടിട്ട് അവർക്ക് തോന്നുകയാണ് ദുനിയാവിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പസമയം മാത്രമാണ് ഞങ്ങൾ ജീവിച്ചത് എന്നാണ് അവർക്ക് തോന്നുക. അല്ലാഹു തആല അവരോട് പറയുകയാണ് ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല. അതേ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ജീവിച്ചത്. ലൗ അന്നകും കുൻതും തഅലമൂൻ. പക്ഷേ ആ കുറഞ്ഞ കാലം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിലെ ജീവിതം വളരെ കുറച്ചു തന്നെയാണ്. പക്ഷെ ആ കുറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അല്ലാഹു തആല നാളെ പരലോകത്ത് കാഫിറുകളോടുള്ള സംസാരം ഇപ്രകാരമായിരിക്കുമെന്ന് അൽ മുഅ്മിനൂൻ സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വളരെ നിസ്സാരമായതാണ് നമ്മുടെ ജീവിതം, വളരെ കുറഞ്ഞ സമയം. ഒരു കവി പറഞ്ഞിട്ടുണ്ട് ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ പറയുന്നുണ്ട് ജീവിതമെന്ന് പറഞ്ഞാൽ ദഖായിഖു വസവാനി, അത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. വളരെ കുറഞ്ഞ കാലയളവാണ് നമ്മൾ ഇവിടെ ജീവിക്കാനുള്ളത്. കേവലം മിനിറ്റുകളും സെക്കൻഡുകളുമാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് പരിചിതമാണ്. അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. ഈ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60നും 70നും ഇടയിലാണ്. വഅഖല്ലുഹും മൻ യുജാവിസു ദാലിക്. അതിനെ മറികടക്കുന്നവർ, ആ 70നെ മറികടക്കുന്നവർ വളരെ കുറച്ചാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാലയളവാണ് മൊത്തത്തിൽ നമ്മൾക്കിവിടെ ജീവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവ്, ഈ കുറഞ്ഞ സമയം, ആ സമയത്തിന്റെ വില, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമയത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങൾ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല. പകലിനെ അതുപോലെ തന്നെ രാത്രിയെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. വൽ ഫജ്ർ വലയാലിൽ അശ്ർ. പ്രഭാതത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു. വദ്ദുഹ വല്ലൈലി ഇദാ സജ. ദുഹ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ ചില സമയങ്ങളെ പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വൽ അസ്ർ കാലത്തെ മൊത്തത്തിൽ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലാഹു തആല ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്താൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യത്തെ കൊണ്ട് മാത്രമാണ് അല്ലാഹു തആല സത്യം ചെയ്യുക എന്നുള്ളതാണ്. സമയത്തിന് വിലയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളത് അല്ലാഹു തആല ഈ സത്യം ചെയ്യലിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സമയമെന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്ന ഒരു വചനം കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് നരകത്തിലെ ആളുകൾ അവർ അല്ലാഹുവിനോട് പറയുകയാണ്, കുറഞ്ഞ സമയം ഞങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ ഒരു അവസരം കൂടി വേണം, ഞങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കണം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അവർ അട്ടഹസിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരോട് അല്ലാഹു തആല പറയുന്നത് അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള സമയം, അതിനൊരു ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി ചുരുക്കി അതിനനുസരിച്ച് യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വജാഅകുമുൻ നദീർ. അതുപോലെ നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ട്. ഫദൂഖൂ ഫമാ ലിസ്സാലിമീന മിൻ നസീർ. നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, ആസ്വദിച്ചുകൊള്ളുക ശിക്ഷ. അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായവുമില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ അല്ലാഹു തആല ഈ നമ്മൾക്ക് നൽകിയിട്ടുള്ള
ആയുസ് എന്നുള്ളത്, ഈ സമയം എന്നുള്ളത് നാളെ അല്ലാഹു തആല തിരിച്ച് നമ്മളോട് ചോദ്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു തആല നരകക്കാരോട് സംസാരിക്കുന്ന വചനം സൂറത്ത് ഫാത്തിറയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഹദീസ്, നിഅമതാനി മഖ്ബൂലൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ജനങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാകുന്ന, നഷ്ടത്തിൽ പെട്ടുപോകുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ, അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്സിഹ്ഹതു വൽ ഫറാഗ്, അത് ആരോഗ്യവും അതുപോലെ തന്നെ അവന്റെ ഒഴിവു സമയവുമാണ്. ജനങ്ങൾ അധികവും ഉപയോഗപ്പെടുത്താത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, രണ്ട് നിഅമത്തുകൾ പറഞ്ഞു. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, അതുപോലെ തന്നെ അവന്റെ ഒഴിവു സമയമാണെന്ന് പറഞ്ഞു. അധിക ആളുകളും അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അധിക ആളുകളും ആ നിഅമത്തിൽ വഞ്ചിതരായി കിടക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നെന്താണ്? ഫറാഗ്, ഒഴിവു സമയം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് അല്ലാഹു തആല ഹിസാബിന്റെ സമയത്ത് പ്രത്യേകം ചോദ്യം ചെയ്യുന്ന വിഷയമാണ് അവന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു, അവന്റെ സമയം അങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായി നാളെ ചോദിക്കുമെന്നുള്ളതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, വ്യത്യസ്തമായ റിവായത്തുകൾ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു റിവായത്ത് പ്രകാരമാണ്, ലാ തസൂലു ഖദമു അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ പാദം മുന്നോട്ട് പോവുകയില്ല, ഹത്താ യുസ്അല അൻ അർബഇ ഖിസ്വാലിൻ, 4 കാര്യങ്ങളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അനൂമുരിഹി ഫീമ അഫ്ന, അവൻ എപ്രകാരമാണ് അവന്റെ ആയുസ് ചെലവഴിച്ചത് എന്ന് അവനോട് ചോദിക്കും. വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു, അവന്റെ യുവത്വം അവൻ എങ്ങനെയാണ് ചെലവഴിച്ചത്, നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അല്ലാഹു തആല ചോദിക്കും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു ഫീമ അൻഫഖഹു, എവിടുന്നാണ് സമ്പത്ത് ഉണ്ടാക്കിയത്, അത് ഏതിലാണ് സമ്പത്ത് ചെലവഴിച്ചത്, സമ്പത്ത് ഉണ്ടാക്കിയ മാർഗം, സമ്പത്ത് ചെലവഴിച്ച മാർഗം, അത് രണ്ടും അല്ലാഹു തആല ചോദിക്കും. വഅൻ ഇൽമിഹി മാദാ അമില ഫീഹി, തന്റെ അറിവിനെ സംബന്ധിച്ച് ചോദിക്കും, ആ അമൽ ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്നാണ്. അവന്റെ അറിവിനെ സംബന്ധിച്ച് ചോദിക്കും. ഇവിടെ ആദ്യം പറഞ്ഞ വിഷയം എന്താ? അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എപ്രകാരമാണ് അവന്റെ ജീവിതം അവൻ ചെലവഴിച്ചത് എന്നുള്ളത് കൃത്യമായി അല്ലാഹു തആലയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലാത്ത പക്ഷം അവൻ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 60-നും 70-നും ഇടയിലാണ് നമ്മുടെ ശരാശരി പ്രായമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും കൂടുതൽ കാലം, ഒരു 60 വയസ്സ് വരെ, ഒരു 70 വയസ്സ് വരെ ഞാൻ ജീവിക്കുമെന്ന ധാരണ ഒരിക്കലും ശരിയല്ല. ഒരിക്കലും അങ്ങനെ ഒരുപാട് സമയം എനിക്ക് ജീവിക്കാൻ ഇനിയുമുണ്ട് എന്നൊരു തോന്നൽ ഒരിക്കലും ശരിയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോൾ ഭാഗത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നീ കഴിയണം. ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണമെന്ന്, ദുനിയാവിൽ അപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട് പറയുകയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വഴിയാത്രക്കാരൻ എത്രയാണ് അവന്റെ യാത്രാ സമയം ഉണ്ടാവുക, ആ രൂപത്തിലാണ് അവൻ ഇവിടെ ജീവിക്കേണ്ടത്. ശാശ്വതമായി ജീവിക്കേണ്ടതല്ല, അതിനുള്ള സമയമല്ല, അതിനുള്ള ഒരു സാഹചര്യമല്ല, അതിനുള്ള വേദിയല്ല യഥാർത്ഥത്തിൽ ദുനിയാവ് എന്നുള്ളതാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്തതിനു ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ പ്രവർത്തനം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്നുള്ളതാണ്, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, നീ വൈകുന്നേരമായാൽ ഒരിക്കലും പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരി മസാ, വഇദാ അസ്ബഹ്ത, നീ പകൽ സമയമായി കഴിഞ്ഞാൽ ഫലാ തൻതദിരി മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും പ്രഭാതമായാൽ ഇനി വൈകുന്നേരം ഉണ്ടാവും, എനിക്ക് വൈകുന്നേരത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ്. ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏത് സമയത്തും നമ്മുടെ ജീവിതം അവസാനിക്കും. അല്ലാഹു തആല നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ സമയം ഏത് സമയത്തും നിർത്തലാക്കുമെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു ബോധമുള്ളതോടൊപ്പം തന്നെ എത്രയാണ് അല്ലാഹു തആല നമ്മൾക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത് എന്നൊരിക്കലും നമുക്കറിയുകയില്ല. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അജൽ, നമ്മുടെ ആയുസ് എത്രയാണെന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരിക്കലും മറികടക്കുകയില്ല, അതിലൊരിക്കലും ഒട്ടും കുറയുകയുമില്ല. ആ സമയത്ത് കൃത്യമായി തന്നെ അല്ലാഹു തആല നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കും.
ആ ഒരു കുറഞ്ഞ സമയം എത്രയാണെന്ന് നമ്മൾക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായി അമൽ ചെയ്യണം. നമ്മൾ അല്ലാഹു തആല നൽകിയിട്ടുള്ള ആ സമയത്തിൽ നമ്മൾ പരമാവധി ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. റസൂലുള്ള പ്രത്യേകം അത് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ള പ്രത്യേകം അത് ഉപദേശിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ, റസൂലുള്ള ഒരു മനുഷ്യനോട് പറയുകയാണ്, വഹുവ യഅ്ലുഹു, റസൂലുള്ള അയാളെ ഉപദേശിക്കുകയാണ്. ഒരാൾക്ക് റസൂലുള്ള ഉപദേശം കൊടുക്കുന്നത് എന്താണ്? യുബ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യം ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ശബാബക ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നീ നിന്റെ യുവത്വം ഉപയോഗപ്പെടുത്തണം. വാർദ്ധക്യമാകുന്നതിന് മുമ്പ് യുവത്വ സമയത്ത് യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ നീ ശ്രമിക്കണം. അതുപോലെ തന്നെ വസിഹ്ഹതക ഖബ്ല സഖമിക്, അതുപോലെ തന്നെ നിന്റെ രോഗസമയം എത്തുന്നതിന് മുമ്പ്, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയം നീ ഉപയോഗപ്പെടുത്തണം. ഏത് സമയത്തും നമുക്ക് രോഗം വരാം. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾക്ക് പല രോഗങ്ങളും മാറാ രോഗങ്ങളും ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ചെറിയ പ്രായമില്ലാത്ത ചെറിയ കുട്ടികൾക്ക് പോലും, യുവാക്കൾക്ക് പോലും മാറാ രോഗങ്ങൾ, ഒരിക്കലും മാറാത്ത അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തുള്ള ഉപദേശം രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ ധന്യതയെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് സമ്പത്തുണ്ടാകും, ഒരുപക്ഷെ നാളെ നമ്മൾ ദരിദ്രനായിരിക്കും. ആ സമ്പത്തുള്ള സമയത്ത് നമ്മൾ ആ സമ്പത്ത് ചെലവഴിക്കാൻ മടി കാണിക്കാൻ പാടില്ല. നിന്റെ തിരക്കിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഒഴിവ് സമയം നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ്. നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തണം. നന്മയുടെ വിഷയത്തിൽ, സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കുറഞ്ഞ സമയം അത് നമ്മൾ പരമാവധി അല്ലാഹുവിന് സൽക്കർമ്മം ചെയ്തുകൊണ്ട്, അമലുൽ സാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. മഹാന്മാരായ സലഫുകൾ, മഹാന്മാരായ സഹാബത്ത് അവരെത്രമാത്രം ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അവർക്ക് സമയത്തിന്റെ വില അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മതാഉൻ ഖലീൽ, വളരെ തുച്ഛമായ, വളരെ കുറഞ്ഞ സമയത്തുള്ള ഒരു ആസ്വാദനം മാത്രമാണ്. ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കി. ഹസനുൽ ബസ്രി റഹിമഹുള്ള ഒരുപാട് സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചിട്ടുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്റക്തു അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അഥവാ സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്, കാനു അലാ ഔഖാതിഹിം അശദ്ദ ഹിർസൻ മിൻകും അലാ ദറാഹിമികും വദനാനീലികും. നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടുമുള്ള താല്പര്യം, അതിനേക്കാൾ താല്പര്യമായിരുന്നു അവർക്ക് സമയത്തിനോടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടും സമ്പത്തിനോടുമാണ് വല്ലാത്ത താല്പര്യം. അതിന് നിങ്ങൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ടോ അതിനേക്കാൾ അവർ സമയത്തിന് വില കണ്ടിരുന്നു, അത്രമാത്രം അവർ താല്പര്യം കാണിച്ചിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് എന്ന് സ്വഹാബത്തിനെ കണ്ട് അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന വചനം കാണാൻ സാധിക്കും, യാ ഉമറു, ഉമറെ, വഅലം അന്ന ലില്ലാഹി അമലൻ ബിന്നഹാർ ലാ യഖ്ബലുഹു ബില്ലൈൽ. അല്ലാഹു പകൽ സമയത്ത് ചെയ്യേണ്ട ചില അമലുകളുണ്ട്, അത് രാത്രി ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. വഅന്ന ലില്ലാഹി അമലൻ ബില്ലൈൽ ലാ യഖ്ബലുഹു ബിന്നഹാർ, രാത്രി ചെയ്യേണ്ട ചില അമലുകളുണ്ട് അല്ലാഹുവിന്, അത് പകൽ സമയത്ത് ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഓരോ കർമ്മങ്ങളും അതിന് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. ആ ചെയ്യേണ്ട സന്ദർഭത്തിൽ തന്നെ അത് ചെയ്യണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വചനം കാണാൻ സാധിക്കും, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. ഒരു ദിവസം എന്നിൽ നിന്ന് കടന്നുപോയിട്ട് എന്റെ ആയുസ് ചുരുങ്ങിപ്പോയിട്ട് ഒരു അമല് പോലും വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഒരു ദിവസം കടന്നുപോയി പക്ഷെ കൂടുതലായി ഒരു സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം, അതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. അതിനേക്കാൾ ഞാനൊരു കാര്യത്തിനു വേണ്ടി ദുഃഖിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഒരു ദിവസം കടന്നുപോയിട്ട് അമലുൽ സ്വാലിഹ്, ഒരു സൽക്കർമ്മം കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ ഈ സമയത്തിന്റെ പ്രാധാന്യം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് കാണാൻ സാധിക്കും, യബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ, ആദമിന്റെ പുത്ര നീ കേവലം ദിവസങ്ങളാണ്, നീ കേവലം ദിവസങ്ങളാണ്. ഫൈദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം ഇന്ന് കഴിഞ്ഞു പോയാൽ നിന്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കണം. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദുനിയ സലാസത്തു അയ്യാം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. ഒന്ന് ഇന്നലെയാണ്, കഴിഞ്ഞു പോയതാണ്. ആ കഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി നാളെ എന്നുള്ളത് ഒരു പക്ഷേക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നാളെ നമ്മൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. ഇന്നാണ് നിനക്കുള്ളത്, ഈ ദിവസം അതാണ് നിനക്കുള്ള ദിവസം. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞുപോയി, നാളെ ഒരു പക്ഷെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇന്ന് അൽയൗം എന്നുള്ളതാണ് നിന്റെ ദിവസം, അതിൽ നീ അമൽ ചെയ്യണം. ഇന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാളേക്ക് മാറ്റിവെക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം ഒരുപക്ഷെ നാളെ നമ്മൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. കഴിഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തണം, സമയം പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വചനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ദിവസങ്ങൾ കഴിയും തോറും ഖിയാമത്ത് നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അലാമാത്തുസ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതാണ് തഖാറുബുസ് സമാൻ, കാലം അടുത്തു വരിക, പെട്ടെന്ന് ദിവസങ്ങൾ തീർന്നു പോവുക. നമ്മൾക്കൊക്കെ അനുഭവമുള്ള ഒരു കാര്യമാണ്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെയൊക്കെ പരാതിയാണ് നമുക്ക് സമയമില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഖുമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബലൽ ഇൽം, മതവിജ്ഞാനം ഇവിടുന്ന് ഇല്ലാതെയായി തീരും. വതക്സുറൽ സലാസിൽ, അതുപോലെ തന്നെ ഇവിടെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വയതഖാറബസ് സമാൻ, അതുപോലെ തന്നെ കാലം അടുത്തു വരിക, അതാണ് നമ്മുടെ വിഷയം. അതുപോലെ തന്നെ വതൽഹറൽ ഫിതൻ, ഫിതന വ്യാപകമാവുക. വയക്സുറൽ ഹർജ്, അതുപോലെ തന്നെ കൊലപാതകം വർദ്ധിക്കുക എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. അതിലൊന്ന് പറഞ്ഞത് എന്താണ്? തഖാറുബു സമാൻ, കാലം അടുത്തു വരിക, പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോകുന്നത് പോലെ തോന്നുക. നമ്മൾക്കൊക്കെ ഉള്ള അനുഭവമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ സമാൻ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ദിവസങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ സമയങ്ങൾ അടുത്തു വന്നാലല്ലാതെ. ഫതകൂന സനതു കശ്ശഹർ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം കടന്നു പോകുന്നത് പോലെ കടന്നു പോകും. വയകൂന ശഹ്റു കൽ ജുമുഅ, ഒരു മാസം എന്നുള്ളത് ഒരാഴ്ച കടന്നു പോകുന്നത് പോലെ കടന്നു പോകും. വതകൂനൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച എന്നുള്ളത് ഒരു ദിവസം കടന്നു പോകുന്ന രൂപത്തിൽ കടന്നു പോകും. വയകൂനൽ യൗമു കസ്സാഅ, ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂർ കടന്നു പോകുന്ന രൂപത്തിൽ അത് കടന്നു പോകും. വതകൂന സ്സാഅതു കഹ്തിറാഖി സ്സാഅഫ, ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു ഓല കത്തുന്ന സമയം. ഒരു ഓല കത്തിക്കുകയാണെങ്കിൽ അത് എത്ര സമയം ഉണ്ടാകും? അത്രയും പെട്ടെന്ന് ഒരു മണിക്കൂർ കടന്നു പോകും. അങ്ങനെ ഒരു കാലം വന്നിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? സമയം അന്നും 24 മണിക്കൂറായിരിക്കും ഒരു ദിവസം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സമയത്തിനുള്ള ബറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണ് ഇവിടെ കാലം അടുത്തു വരിക എന്നതിന്റെ ഉദ്ദേശം? അൽ മുറാദു ബിഖിസരിഹി ആദമുൽ ബറക്കത്തി ഫീഹി, കാലം പെട്ടെന്ന് കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ഉദ്ദേശം സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. وأن اليوم مثلا يصير الانتفاع به بقدر الانتفاع بالساعة الواحدة, ഒരു മണിക്കൂർ കൊണ്ടുള്ള ഉപകാരം അതിനൊരു ദിവസം എടുക്കും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറിന്റെ ഉപകാരം ഉണ്ടാകുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു മണിക്കൂർ ചെയ്യേണ്ട കാര്യം 24 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് അതിന്റെ ഉപകാരം, ഒരു ദിവസത്തിന്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മണിക്കൂറിന്റെ ഉപകാരം പോലും കിട്ടാത്ത അവസ്ഥയാണ്. അത്രയും പെട്ടെന്നാണ് കാലം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പരസ്പരം സംസാരിക്കുന്ന ഒരു വിഷയമാണത്.
സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ ഹജ്ജ് വന്നത്, നോമ്പ് എത്ര പെട്ടെന്നാണ് വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ അമലുകൾ ചെയ്യണം. വല്ലാഹു ഹുവൽ മുവഫ്ഫിഖ്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ മുഹറം മാസത്തിലാണുള്ളത്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ മാസത്തിൽ അല്ലാഹു തആല പവിത്രമാക്കിയ മാസമാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിൽ പ്രത്യേകതയുള്ള മാസമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ ശഹരി റമളാൻ. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹു തആല പവിത്രമാക്കിയ 4 മാസത്തിലുള്ള നോമ്പാണ്. ആ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ്, റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിലെ 10ാമത്തെ നോമ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 10ാമത്തെ ദിവസത്തിലുള്ള മുഹറം 10നുള്ള ആശൂറ നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകം റസൂലുള്ളാഹി ശ്രേഷ്ഠത പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു. മുഹറം 10ലെ നോമ്പിന് ഞാൻ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കണം, അത് മായ്ച്ചു കളയണം എന്നുള്ളതാണ് അല്ലാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. പാപങ്ങൾ പൊറുക്കുക എന്ന ഉലമാക്കൾ വിശദീകരിച്ചത് ചെറിയ പാപങ്ങളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അതിനുള്ള ഒരു നോമ്പാണ് അതിന്റെ ഫളലായി പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആശൂറ നോമ്പിന്റെ ഫളലായിട്ട് റസൂലുള്ളാഹി അപ്രകാരമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും താല്പര്യത്തോടുകൂടി എടുത്തിരുന്ന നോമ്പ് എന്ന് പറഞ്ഞ റമളാൻ മാസത്തിലെ നോമ്പും അതുപോലെ തന്നെ മുഹറം 10ലെ നോമ്പുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് നോമ്പിനുള്ള കാരണം? നോമ്പ് ശർആക്കാനുള്ള കാരണം അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, قدم النبي صلى الله عليه وسلم المدينة. رسول الله മദീനയിൽ വന്നു. فرأى اليهود تصوم يوم عاشوراء. യഹൂദികളായിട്ടുള്ള ആളുകൾ മുഹറം 10ന് നോമ്പെടുക്കുന്നത് റസൂലുള്ളാഹി കണ്ടു. റസൂലുള്ളാഹി ചോദിച്ചു, ഫഖാല, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. മുഹറം 10 എന്നുള്ളത് നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. ബനൂ ഇസ്രായേലുകാരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാൻ, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ, യഹൂദികളോട് പറയാൻ, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കടപ്പെട്ടവൻ ഞാനാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാമഹു വഅമറ ബിസിയാമിഹി, റസൂലുള്ളാഹി നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, ഈ മുഹറം 10ന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. അവര് യഹൂദികൾ പറഞ്ഞിട്ടുള്ള ഇപ്രകാരമാണ്, ഹാദാ യൗമുൻ അദീം, ഇത് മഹത്തരമായിട്ടൊരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സമുദായത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറഖ ഫിർഔന വഖൗമഹു, ഫിർഔനെയും അദ്ദേഹത്തിന്റെ ആളുകളെയും മുക്കിക്കൊന്ന ദിവസമാണ് മുഹറം 10 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫസാമഹു മൂസ ശുക്രൻ ലില്ലാഹി തആല, റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ശുക്ർ, നന്ദി എന്ന നിലക്ക് എന്ത് ചെയ്തു? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സംഘത്തെയും രക്ഷപ്പെടുത്തി ശത്രുക്കളെ മുക്കിക്കൊണ്ടു. അതിന്റെ ഒരു ശുക്ർ എന്ന നിലക്ക് അദ്ദേഹം നോമ്പെടുക്കുകയും ചെയ്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, നമ്മളും അതുകൊണ്ട് നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞു. വനഹ്നു നസൂമുഹു തഅദീമൻ ലഹു, മറ്റൊരു റിവായത്തിൽ വന്നാണ് അതിനെ ആദരിച്ചുകൊണ്ട് നമ്മളും നോമ്പെടുക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി പ്രത്യേകം കൽപ്പിച്ചു. റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു, അൻതും അഹഖു ബിമൂസ മിൻഹു, യഹൂദികളെക്കാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കടപ്പെട്ടവർ നിങ്ങളാണ്. ഫസൂമു, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ
സുന്നത്തായിട്ടുള്ള പ്രബലമായിട്ടുള്ള ഒരു സുന്നത്താണ് മുഹറം 10 നോമ്പ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ താസുആയിലെ നോമ്പ്, മുഹറം 9 നോമ്പും ശറഅക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമ അത്താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ, അടുത്ത വർഷം വരികയാണെങ്കിൽ ഞാൻ 9 കൂടി നോമ്പെടുക്കുമെന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിക്കണമെങ്കിൽ എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസുമന്ന അത്താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി ഞാൻ എടുക്കുമെന്ന് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അവരൊക്കെ വിശദീകരിച്ചു, യുസ്തഹബ്ബു സൗമു അത്താസിഇ വൽ ആശിരി ജമീഅ, പിന്നെ മുഹറം 9 10 നോമ്പെടുക്കൽ സുന്നത്താണ്. ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമൽ ആശിറ, റസൂലുള്ളാഹി 10 നോമ്പെടുത്തിട്ടുണ്ട്. വനവാ സിയാമ അത്താസിഇ, 9 നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്താക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിലെ നോമ്പും സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കണം. പരമാവധി കഴിയുന്ന ആളുകളൊക്കെ ഈ 2 ദിവസത്തിലെ നോമ്പും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പൂർണ്ണമായി അല്ലെങ്കിൽ പരമാവധി എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമയത്തിന് ബറക്കത്തുള്ള സമയമാക്കി, അല്ലെങ്കിൽ സമയം പൂർണ്ണമായി സൽക്കർമ്മങ്ങൾ നിറഞ്ഞ ഒരു രൂപത്തിലാക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.